ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ സെമിയിൽ ന്യൂസിലാൻഡ് 50 റൺസിന് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, വിശദാംശങ്ങൾ. ഹരിത, വളരെ ആവേശകരമായ മത്സരമാണ് നടന്നത്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടം നടക്കുമെന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. ഇന്ന് നടന്ന രണ്ടാം സെമിയിൽ 50 റൺസിന് ദക്ഷിണാഫ്രിക്ക തകർത്താണ് ന്യൂസിലാൻഡ് ഫൈനലിലേക്ക് എത്തിയത്. ഞായറാഴ്ചയാണ് ഫൈനൽ നടക്കുന്നത്. എന്തായാലും ശക്തമായ ടീമുകൾ ഫൈനലിൽ നിന്ന് ഏറ്റുമുട്ടുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇന്ന് മത്സരത്തിൽ വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് നടന്നത്. ആദ്യം ബാറ്റിലുള്ള ന്യൂസിലാൻഡ് വലിയ സ്കോർ ദക്ഷിണാഫ്രിക്കയുടെ മുന്നിൽ എത്തിയായിരുന്നു. 362 റൺസ് ആണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയലക്ഷ്യമായി ഉണ്ടായിരുന്നത്. എന്തായാലും ലക്ഷ്യം അതോടൊപ്പം തന്നെ കെവിൻ വില്യംസന്റെയും സെഞ്ചുറി മികവിലാണ് മികച്ച സ്കോർ ന്യൂസിലാൻഡ് ഉയർത്തിയത്. 362 റൺസാണ് നിശ്ചിത ഓവറിൽ ന്യൂസിലാൻഡ് എടുത്തത്. 363 റൺസ് പിന്തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യം ചെറിയൊരു പ്രതിരോധം ദക്ഷിണാഫ്രിക്ക തീർത്തെങ്കിൽ പോലും പിന്നീട് 300 വിക്കറ്റുകൾ ടീമിന് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പ്രതിരോധം തീർത്ത് മികച്ച രീതിയിൽ സ്കോർ ഉയർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡേവിഡ് മില്ലറും അതോടൊപ്പം തന്നെ നായകൻ ടെൻഡ മറൂമയാണ്. എന്തായാലും ഡേവിഡ് മില്ലർ സെഞ്ചുറി നേടുകയും അതോടൊപ്പം തന്നെ ടെൻഡ മറൂമ 56 റൺസ് എടുക്കുകയും ചെയ്തു. ഈ രീതിയിൽ ഈ താരങ്ങൾ മാത്രമാണ് അതോടൊപ്പം തന്നെ വാണ്ടർഡേക്കനും കൂടി കേൾക്കുന്ന സാഹചര്യമുണ്ടായി. ഈ 3 താരങ്ങൾ മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി പൊരുതിയത്. എന്തായാലും വളരെ ആകർഷകരമായ മത്സരമാണ് ലാഹോറിൽ നടന്നത്. എന്തായാലും ഈ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കർക്ക് ന്യൂസിലാൻഡ് വലിയൊരു വിജയം തന്നെയാണ് സ്വന്തമാക്കിയത്. എന്തായാലും ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഫൈനലാണെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഞായറാഴ്ച ഫൈനൽ നടക്കുന്ന ഈ ഫൈനലിൽ ശക്തമായ 2 ടീമുകൾ ഇന്ത്യയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടും. ശരി, ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.